നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ KTU-VC സിസ തോമസ് ചുമതലയേറ്റിരിക്കുകയാണ്. യാതൊരു ബഹളങ്ങളുമില്ല, പ്രതിഷേധങ്ങളില്ല, സമാധാനമായി സന്തോഷമായി സിസ തോമസ് അധികാരം ഏറ്റിരിക്കുന്നു. ഇത് പറയാൻ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഇതിനു മുന്നേ സിസ തോമസ് അധികാരത്തിലെത്താൻ അല്ലെങ്കിൽ സിസ തോമസിനെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ VC ചുമതലപ്പെടുത്തിയ ആ ദിവസം, അതായത് അധികാരമേൽക്കാനെത്തിയ ദിവസങ്ങൾ ഒരുപാട് പ്രതിഷേധങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നുണ്ടായതും ആ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ വന്ന് അധികാരമേറ്റ കാഴ്ചയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. എന്തായാലും ഇന്ന് അധികാരമേറ്റിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരുടെയും അംഗീകാരത്തോടെ തന്നെ സിസ തോമസ് ആ കസേരയിൽ വന്നിരിക്കുകയാണ്. ചുമതലയേറ്റതിൽ വലിയ സന്തോഷം തോന്നുന്നു. പഴയത് ഓർക്കേണ്ടതില്ല എന്ന ചിന്താഗതിയാണുള്ളത്. ഇപ്പോൾ കിട്ടിയ സ്വീകരണത്തിൽ സന്തോഷം മാത്രമാണുള്ളത്. സർക്കാരുമായി സഹകരിച്ചു പോകുമെന്നും സിസ തോമസിന്റെ പ്രതികരണം. തനിക്കെതിരായ ആരോപണങ്ങളിൽ എനിക്ക് വിഷമമുണ്ട്. ഒരു ഭരണസ്തംഭനവും ഉണ്ടായിട്ടില്ല. പഴയ കാര്യം എല്ലാം കഴിഞ്ഞു. മുന്നോട്ട് പോയാൽ മതി. അപാകതകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നും സിസ തോമസിന്റെ പ്രതികരണം. സിസ തോമസ് എന്ന വ്യക്തിയല്ല വലുത്, KTU എന്ന സ്ഥാപനമാണ് വലുത്. തനിക്കെതിരെ മിനിറ്റ്സ് മോഷ്ടിച്ചു എന്ന് വരെ ആരോപണം വന്നു. മിനിറ്റ്സ് ഒന്നും താൻ എടുത്തുകൊണ്ട് പോയിട്ടില്ല. അത്തരം പ്രസ്താവനകളിൽ വിഷമം തോന്നുകയാണ്. എന്തിനാണ് മോഷ്ടാവായി ചിത്രീകരിക്കുന്നതെന്നും സിസ തോമസ് പറഞ്ഞു. KTU ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഗവർണറും സർക്കാർ സമവായത്തിലെത്തിയത്. ഒത്തുതീർപ്പിലേക്ക് വന്നു. രണ്ടു കൂട്ടരും വഴങ്ങുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലാണ് ഡിജിറ്റൽ സർവകലാശാല VC സജി ഗോപിനാഥിനെ നിയമിക്കാനും KTU-VC സിസ തോമസിനെ നിയമിക്കാനുമുള്ള തീരുമാനത്തിലേക്ക് ഇരുകൂട്ടരും എത്തിയത്. നിയമന കാര്യം സുപ്രീം കോടതിയെ ധരിപ്പിക്കും. വ്യാഴാഴ്ചയാണ് കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എടുക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി സമവായം എത്താത്ത സാഹചര്യത്തിൽ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അധ്യക്ഷനായ സമിതിയോട് VC നിയമനത്തിനുള്ള പേരുകൾ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ സർക്കാർ ഗവർണർ യോജിപ്പിലെത്തി. ഇതോടെ കോടതി ഇക്കാര്യം അംഗീകരിക്കാനായിരുന്നു സാധ്യത. ഇരുവരുടെ നിയമന വിജ്ഞാപനം ലോക്ഭവൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കുകയും ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് വർഷങ്ങൾ പിന്നിലോട്ട് പോവുകയാണെങ്കിൽ SFIയുടെയും KGOAയുടെയും ശക്തമായ പ്രതിഷേധത്തിനിടെയായിരുന്നു സാങ്കേതിക സർവകലാശാല താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റത്. ചുമതല ഏറ്റെടുക്കാൻ VCക്ക് രജിസ്റ്റർ നൽകാത്തതിനാൽ വെള്ളക്കടലാസിൽ ഒപ്പിട്ടായിരുന്നു VCയുടെ ചുമതലയേൽക്കൽ. അസാധാരണ നടപടിയെക്കുറിച്ച് രാജ്ഭവനെ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ രജിസ്ട്രാർ സ്ഥലത്ത് എത്തിയിരുന്നില്ല. അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ സമരത്തിൽ പങ്കെടുത്തു. ഇതേ തുടർന്ന് കടലാസിൽ ജോയിനിങ് റിക്വസ്റ്റ് രേഖപ്പെടുത്തിയാണ് ചുമതല ഏറ്റെടുത്തത്. സർക്കാർ നിർദ്ദേശിച്ച പേരുകൾ അന്ന് രാജ്ഭവൻ തള്ളിയതിനെ തുടർന്നായിരുന്നു ഡോക്ടർ സിസ തോമസിന് താൽക്കാലിക ചുമതല നൽകിയത്. നിലവിൽ വഹിക്കുന്ന സീനിയർ ജോയിന്റ് ഡയറക്ടർ പദവിക്കൊപ്പമാണ് VCയുടെ അധിക ചുമതല. അതേസമയം പ്രതിഷേധമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നും പുതിയ VC വരുന്നതുവരെ താൻ ചുമതല നിർവഹിക്കുമെന്നും സിസ തോമസ് വ്യക്തമാക്കി. വിവരങ്ങൾ രാജ്ഭവനെ അറിയിച്ചു. ജീവനക്കാരുടെ നിസ്സഹകരണം ഒരു വശത്ത്, പോലീസ് സംരക്ഷണം എത്ര നാൾ നൽകാനാകുമെന്ന ചോദ്യം മറുവശത്ത്. പ്രതിസന്ധിയിലാകുന്നത് സർവകലാശാലയുടെ പ്രവർത്തനമാണെന്ന് വിദഗ്ധർ അടക്കം ആശങ്ക പ്രകടിപ്പിച്ച ദിനങ്ങളൊന്നും നമുക്ക് മറക്കാൻ സാധിക്കില്ല. സർക്കാരും അതുപോലെ തന്നെ ചാൻസലറായ ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടൽ, അത് സർവകലാശാലകളെയൊക്കെ പിടിച്ചുകുലുക്കിയ ദിനങ്ങൾ, അതുപോലെ തന്നെ ഗവർണർ നിയമിക്കുന്ന VCമാർക്കെതിരെ SFI സമരം അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്തി വന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കേരളം കണ്ട കാഴ്ചയാണ്. കേരള സർവകലാശാലയിലെ പോരിനിടെ SFIക്കെതിരെ DGPക്ക് ഡോക്ടർ സിസ തോമസ് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തി, സർവകലാശാലയിലെ വസ്തുവകകൾക്കും ഉപകരണങ്ങൾക്കും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു SFIക്കെതിരെ സിസ തോമസ് പരാതി നൽകിയത്. കുറ്റക്കാരെ കണ്ടെത്തി മേൽ നടപടികൾ സ്വീകരിക്കണമെന്നും സിസ തോമസ് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി SFI കേരള സർവകലാശാലയ്ക്ക് മാർച്ച് നടത്തിയതും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. മാത്രമല്ല, കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ സിസ തോമസ് നോട്ടീസ് നൽകിയിരുന്നു. KS അനിൽകുമാർ സർവകലാശാലയിൽ കയറരുതെന്ന് നോട്ടീസ് നൽകിയ സംഭവം സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല എന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫീസ് ഉപയോഗിച്ചാൽ അച്ചടക്ക നടപടി എടുക്കുമെന്ന നോട്ടീസിൽ മുന്നറിയിപ്പ്. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറിയതാണ്. എന്തായാലും ഇപ്പോൾ സമാധാനപരമായിട്ട് സിസ തോമസ് അധികാരം ഏറ്റിരിക്കുകയാണ്. SFI പ്രതിഷേധത്തിനിടെ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തി വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയൊക്കെ സിസ തോമസ് ഏറ്റെടുത്തത്, പിന്നീട് അതിനെതിരെ കോടതിയിൽ പോയത്, കോടതി തുടരാൻ അനുവദിച്ചത്, ഇതെല്ലാം പഴയ ഒരു ചരിത്രം. അത് സിസ തോമസ് പറയുന്നുണ്ട്, പഴയതെല്ലാം കഴിഞ്ഞതാണ്, അത് ഓർക്കേണ്ടതില്ല എന്ന് അവർ പറയുന്നുണ്ട്.
സാങ്കേതിക സർവകലാശാല മുൻ വി സി സിസ തോമസിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിലേക്ക് പോയ സാഹചര്യം, അതായത് സിസ തോമസിനെതിരായ അച്ചടക്ക നടപടി റദ്ദാക്കിയ ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെയാണ് സർക്കാർ അപ്പീൽ നൽകിയത്. അപ്പീൽ നൽകാൻ സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന് നിർദ്ദേശം നൽകിയിരുന്നു. വിവരാവകാശ നിയമപ്രകാരമായിരുന്നു സിസ തോമസിന് മറുപടി കിട്ടിയത്. ഡോക്ടർ MS രാജശ്രീയെ അയോഗ്യയാക്കിയതിന് പിന്നാലെയായിരുന്നു ഗവർണർ KTUVC സ്ഥാനത്തേക്ക് സിസയെ നിയമിച്ചത്. ആ നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ സർക്കാർ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയിൽ നിന്നായിരുന്നു അന്ന് സിസ തോമസ് അനുകൂല വിധി എടുത്തത്. ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനായിരുന്നു സർക്കാർ തീരുമാനിച്ചത്. ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ അഡ്വക്കേറ്റ് ജനറലിന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. വിരമിക്കലിന് ശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടാത്തതിനാൽ സിസ തോമസ് വിവരാവകാശ നിയമപ്രകാരം സർക്കാരിനെ സമീപിച്ചപ്പോഴായിരുന്നു സർക്കാർ അപ്പീൽ നൽകുന്ന കാര്യം പുറത്തറിഞ്ഞത്. അപ്പീൽ പോകുന്നതിനാൽ തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാനാവില്ല എന്നായിരുന്നു സിസയ്ക്ക് സർക്കാർ നൽകിയ മറുപടി. അതേസമയം ഇതിലൊരു സിസ തോമസിന് 2 ആഴ്ചയ്ക്കകം എല്ലാ ആനുകൂല്യങ്ങളും നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് അത് വലിയ തിരിച്ചടിയായി സർക്കാരിന് മാറി. അത് പാലിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പിന്നാലെ ഉത്തരവിറക്കി. ഏറെ നാൾ നീണ്ട നിയമ പോരാട്ടത്തിന് ഒടുവിലായിരുന്നു ആനുകൂല്യങ്ങളൊക്കെ നൽകാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്നുമുണ്ടായിരുന്നത്. 2023 മാർച്ചിലായിരുന്നു സിസ തോമസ് തിരുവനന്തപുരം ബോട്ടണിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും വിരമിച്ചത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കറും തമ്മിൽ ചൊവ്വാഴ്ച നടന്ന കൂടിക്കാഴ്ച ഫലം കണ്ടിരിക്കുകയാണ്. ഡോക്ടർ സിസ തോമസിനെ കേരള സാങ്കേതിക സർവകലാശാല VC ആക്കുന്നതിൽ സർക്കാരും ഗവർണറും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുകയാണ്. ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയിലും ഡോക്ടർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാലയിലും VC-മാരായി നിയമിച്ച് ഗവർണർ വിജ്ഞാപനവും ഇറക്കി. സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിൽ എത്തിയില്ലെങ്കിൽ നേരിട്ട് നിയമനം നടത്തുമെന്ന് സുപ്രീം കോടതി നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.